കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനം. അതെ, നവംബർ 14 നാം ശിശുദിനമായി ആഘോഷിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ ശിശുദിനാശംസകൾ. കുഞ്ഞുങ്ങളെയും പൂക്കളെയും ജീവനു തുല്യം സ്നേഹിച്ചിരുന്ന പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. 17 വർഷം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾക്ക് നടുവിലും കുഞ്ഞുങ്ങളോടും പൂക്കളോടും സല്ലപിക്കുമ്പോഴാണ് തനിക്ക് മനസ്സമാധാനം ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. നെഹ്റു കുഞ്ഞുങ്ങളെ സ്നേഹിച്ച പോലെ തന്നെ കുഞ്ഞുങ്ങൾ അദ്ദേഹത്തെയും അകമഴിഞ്ഞു സ്നേഹിച്ചു. സ്നേഹപൂർവം അവർ അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചു. ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നുള്ള കുട്ടികൾ ചാച്ചാ നെഹ്റുവുമായി ബന്ധം പുലർത്തിയിരുന്നു. ഒരിക്കൽ ജപ്പാനിലെ കുട്ടികൾ സ്നേഹത്തിൻ്റെ പ്രതീകമായി ഒരു ആനയെ അയച്ചു തരണമെന്നാവശ്യപ്പെട്ട് നെഹ്റുവിന് കത്തെഴുതി. നെഹ്റു മൈസൂരിൽ നിന്ന് സുന്ദരിയായ ഒരു ആനക്കുട്ടിയെ വരുത്തി ഇന്ദിരയെന്ന് പേരിട്ട് ഒരു സമ്മാനമായി ജപ്പാനിലെ കുട്ടികൾക്ക് അയച്ചു കൊടുത്തു. ആനക്കുട്ടി ജപ്പാൻ്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ എത്തിയപ്പോൾ അതുവരെ ആനയെ ജീവനോടെ കണ്ടിട്ടില്ലാത്ത ആയിരക്കണക്കിന് ജാപ്പനീസ് കുട്ടികൾ വരവേൽക്കാനായി എത്തി. കുട്ടികൾക്കുള്ള സമ്മാനമായി ടോക്കിയോയിലെത്തിയ ആനയുടെ കഥ ലോകത്തെങ്ങും പ്രചരിച്ചു. അതോടെ പല രാജ്യങ്ങളിലെയും കുട്ടികൾ ആനയ്ക്കായി നെഹ്റുവിന് കത്തെഴുതി. നെഹ്റു ആരെയും നിരാശപ്പെടുത്തിയില്ല. വർഷാവർഷങ്ങളിൽ ഹോളണ്ട്, ജർമ്മനി, റഷ്യ, സൗദി അറേബ്യ, കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയുള്ള കുട്ടികൾക്കായി അദ്ദേഹം ആനകളെ അയച്ചു കൊടുത്തു. നെഹ്റുവിൻ്റെ ചിത്രം ശ്രദ്ധിച്ചിട്ടില്ലേ? ഷർട്ടിൻ്റെ ബട്ടൺ ഹോളിൽ ഒരു ചുവന്ന പനിനീർ പൂവുമായേ നെഹ്റുവിനെ കാണാനാവൂ. നെഹ്റുവിൻ്റെ ഈ പനിനീർ പ്രണയത്തിന് പിന്നിലും ഒരു കഥയുണ്ട്. നെഹ്റുവിനെ ഏറെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു പനിനീർ പൂവുമായി ഈ സ്ത്രീ നെഹ്റുവിനെ കാണാനെത്തി. കാവൽക്കാരൻ കടത്തിവിടാത്തതിനാൽ അവർ നിരാശയായി മടങ്ങി. പിന്നീട് പലതവണ അവർ ഇത് ആവർത്തിച്ചെങ്കിലും കാവൽക്കാരുടെ തടസ്സം കാരണം അവർക്ക് നെഹ്റുവിനെ കാണാനായില്ല. ഒരു ദിവസം കാവൽക്കാരൻ്റെ കണ്ണു വെട്ടിച്ച് അകത്തു കടന്ന സ്ത്രീ നെഹ്റുവിന് സ്നേഹപൂർവ്വം തൻ്റെ ഉപഹാരം സമർപ്പിച്ചു. നെഹ്റു പനിനീർ പൂവ് സ്വീകരിക്കുകയും അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ആ പൂവ് കുപ്പായത്തിലെ ബട്ടൺ ഹോളിൽ കുത്തിവെക്കുകയും ചെയ്തു. അന്ന് പകൽ മുഴുവൻ അദ്ദേഹം ആ പൂവ് ഷർട്ടിലണിഞ്ഞു. ഇത് കണ്ട തോട്ടക്കാരൻ പിറ്റേന്നു മുതൽ ദിവസവും രാവിലെ പുതിയൊരു പനിനീർ പൂവ് പറിച്ച് നെഹ്റുവിൻ്റെ ഷർട്ടിൽ ചാർത്തി. അങ്ങനെ അതൊരു ദിനചര്യയായി മാറി. കുഞ്ഞുങ്ങളും പൂക്കളും മാത്രമല്ല, പക്ഷികളും മൃഗങ്ങളും മരങ്ങളും മലകളും പുഴകളും നക്ഷത്രങ്ങളും പരന്ന നീലാകാശവും എല്ലാം നെഹ്റുവിൻ്റെ ആരാധനാപാത്രങ്ങളായിരുന്നു. ഒരിക്കൽ കുട്ടികൾക്കയച്ച കത്തിൽ അദ്ദേഹം ഹൃദയം തുറന്ന് ഇങ്ങനെ എഴുതി: നിങ്ങളിപ്പോൾ എന്നോടൊത്ത് ഉണ്ടായിരുന്നെങ്കിൽ മനോഹരമായ ഈ ലോകത്തെക്കുറിച്ചും പൂക്കൾ, വൃക്ഷങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, നക്ഷത്രങ്ങൾ, പുഴകൾ, മലകൾ എന്നിവയെക്കുറിച്ചുമൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമായിരുന്നു. 1889 നവംബർ 14 അലഹബാദിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. സമൂഹത്തിൽ ഉന്നത സ്ഥാനീയനായിരുന്ന മോത്തിലാൽ നെഹ്റുവും സ്വരൂപ റാണിയുമായിരുന്നു മാതാപിതാക്കൾ. അരുമയായ രത്നം എന്നാണ് ജവഹർലാൽ എന്ന പേരിൻ്റെ അർത്ഥം. ആനന്ദഭവനം എന്നായിരുന്നു വീട്ടുപേര്.
1916 കമല കൗളിനെ വിവാഹം ചെയ്തു. 1917 നവംബർ 19 ഇന്ദിരാ പ്രിയദർശിനി എന്ന മകൾ ജനിച്ചു. തൻ്റെ 10 വയസ്സുകാരിയായ മകൾ ഇന്ദിരാ പ്രിയദർശിനിക്കായി ജയിലിൽ വെച്ച് 1928 അദ്ദേഹം എഴുതിയ കത്തുകൾ ഒരച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകൾ എന്ന പേരിൽ ലോകപ്രസിദ്ധമായി. സൗന്ദര്യ ആരാധകനും കലാപ്രേമിയുമായിരുന്ന നെഹ്റുവിന് എന്നും പ്രിയം കുട്ടികളോടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.